തളിപ്പറമ്പ് നഗരസഭയുടെ 2023-24 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രത്യേക കൗൺസിലിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യവുമായി തളിപ്പറമ്പ് നഗരസഭയിലെ പ്രതിപക്ഷ കൗൺസിലർമാർ. കഴിഞ്ഞ കൗൺസിലിലും സാധാരണ അജണ്ടയായി ചർച്ചയ്ക്ക് വന്ന ഓഡിറ്റ് റിപ്പോർട്ട് പ്രതിപക്ഷ ആവശ്യപ്രകാരം മാറ്റിവെച്ചിരുന്നു. വീണ്ടും മറ്റ് അജണ്ടകൾക്കൊപ്പം ചർച്ചയ്ക്ക് വന്നതോടെയാണ് പ്രത്യേകം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ഓഡിറ്റ് റിപ്പോർട്ട്. അത് മറ്റ് സാധാരണ അജണ്ടകൾക്കൊപ്പം ഉൾപ്പെടുത്തിയത് ശരിയായ കീഴ്വഴക്കമല്ലെന്ന് തളിപ്പറമ്പ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഒ സുഭാഗ്യം. കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ഗൗരവം ഉൾക്കൊണ്ട് ചർച്ച മാറ്റിവെച്ചുവെങ്കിലും വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുകയാണ്. ഓഡിറ്റ് റിപ്പോർട്ടിൽ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അതാണ് മാറ്റിവെക്കണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ടതെന്നും ഓഡിറ്റ് റിപ്പോർട്ട് മാത്രമായി ചർച്ച ചെയ്യാൻ കൗൺസിൽ വിളിച്ചു ചേർക്കണമെന്നും പ്രതിപക്ഷ കൗൺസിലർ CV ഗിരീശനും ആവശ്യപ്പെട്ടു. തുടർന്ന് മെയ് 22-ന് ഓഡിറ്റ് റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ പ്രത്യേക കൗൺസിൽ യോഗം ചേരുമെന്ന് ചെയർപേഴ്സൺ കൗൺസിലിനെ അറിയിക്കുകയായിരുന്നു. പുളിമ്പറമ്പിലെ വ്യവസായ എസ്റ്റേറ്റിൽ അനുമതിയില്ലാതെ നടത്തിയ നിർമ്മിതികൾ പൊളിച്ചു നീക്കാനും കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.